എല്ലാവർക്കും പുതിയൊരു ടെക് ന്യൂസിലേക്ക് സ്വാഗതം. നമുക്കത്ര സന്തോഷിക്കാൻ പറ്റാത്ത കുറച്ച് ന്യൂസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആപ്പിൾ എണ്ണയും ഗൂഗിൾ എണ്ണയോട് സുല്ല് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഫോൺസുകളിലൊക്കെ ലോഞ്ച് ഡേറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഹാക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരായിട്ട് കവർ ചെയ്യാം. അപ്പം ലെറ്റ്സ് ഗോ. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ പുതിയ റാമായ LPDDR6 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 10.7 GB/s ട്രാൻസ്ഫർ സ്പീഡ് ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെക്കാട്ടും എനർജി എഫിഷ്യന്റ് ആണ് എന്നൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഈ സാധനം മിക്കവാറും S26 പ്രതീക്ഷിക്കാന്നാണ് കുറെ പേര് റൂമേഴ്സ് ഇറക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര സന്തോഷമുള്ള വാർത്തയല്ല. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺസിന്റെ ഒക്കെ വില കൂടാൻ പോവാണ്. TSMC അവരുടെ 3 നാനോമീറ്ററിനും 4 നാനോമീറ്റർ പ്രൊസസേഴ്സിനൊക്കെ ഒരു 3-5% പ്രൈസ് ഹൈക്ക് അവർക്ക് ഉണ്ടാവുമെന്ന് അവർ അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഇറങ്ങാൻ പോകുന്ന 2 നാനോമീറ്റർ പ്രൊസസർ 3 നാനോമീറ്ററിനെക്കാട്ടും 10-20% എക്സ്പെൻസീവ് ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അടുത്ത വർഷം ഇറങ്ങുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ വരാൻ പോകുന്നത് 2 നാനോമീറ്റർ ബേസ് ചെയ്തുള്ള പ്രൊസസർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഐഫോൺ മേടിക്കുന്നവരും അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ മേടിക്കുന്നവരുടെ ഒക്കെ പോക്കറ്റ് കീറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു റൂമർ വരുന്നുണ്ട്, സെയ്മഫോൺ 3 അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരുടെ ട്വിറ്ററിൽ ചില ട്വീറ്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 3 കുത്ത് സെയ്മഫോൺ 3നെയാണ് സൂചിപ്പിക്കുന്നതാണ് ചിലവർ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഒരു 6 കുത്ത് വേറെ വന്നിട്ടുണ്ട്. അത് അടുത്ത മാസം 6-ാം തീയതി ലോഞ്ച് ചെയ്യാനുള്ള റൂമേഴ്സ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇറങ്ങുവാണെങ്കിലും എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ നിങ്ങളെ ബാറ്ററി ഇമ്പ്രൂവ് ചെയ്യണം. ഈ അഹങ്കാരം മാറ്റി വെച്ചിട്ട് ഈ ചൈനീസ് കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്ന അതേ ബാറ്ററി യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ Dimensity 1300 Pro എന്ന് പറഞ്ഞ പ്രൊസസ്സറിനെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു പ്രൊസസ്സറിലേക്ക് മാറുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെ ഫോണിൽ ഇത് മാത്രമേ കാണുന്നു, മടുത്ത്. അതുകൊണ്ട് അതേപോലെ തന്നെ അടുത്തതും അത്ര സന്തോഷമുള്ള വാർത്തയല്ല. മെയിൻലി ഗെയിമേഴ്സിനാണ് സങ്കടം വരാൻ പോകുന്നത്. GTA 6 ഇനിയും ഡിലേ ആവൂ എന്ന് പറഞ്ഞിട്ട് ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. നവംബർ 10-ാം തീയതി അടുത്ത വർഷം 2026 ഈ സാധനം ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. വേറെ ന്യൂസ് പറഞ്ഞാൽ റെന സീരീസിൽ വരുന്ന പുതിയ ഒരു ഫോൺ കൂടി വരുന്നുണ്ട്. നവംബർ 17-ാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകണം. ഡിസംബറിലാവുമ്പോഴേക്കും നമ്മൾ ഇന്ത്യയിലും ഈ സാധനം ലോഞ്ച് ചെയ്യുന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് ഇവർ ഈ സീരീസിൽ പെടുന്ന ഫോണുകൾ ഇങ്ങനെ ചടവറാന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? കുറച്ച് മാസം മുൻപാണ് ഇതിന്റെ റെനോന്റെ വേറൊരു സീരീസ് ഇറക്കി. ഇതിപ്പോൾ അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ മാസം ഇറങ്ങാൻ പോകുന്ന ഫോണുകളുടെയും ലോഞ്ച് ഡേറ്റിന്റെ ഡേറ്റ്സുകളൊക്കെ കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട്. Realme GT 8 Pro നവംബർ 20-ാം തീയതി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ iQ50 26-ാം തീയതിയും OnePlus 50 13-ാം തീയതിയും Oppo Find X9 സീരീസ് 18-ാം തീയതി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ ഈ ലാവാഗ്നി 4 ഈ നവംബർ മാസം 20-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ആപ്പിൾ അണ്ണൻ ഗൂഗിൾ അണ്ണനോട് ചൊല്ലി പറഞ്ഞിരിക്കുക, അണ്ണാ ഞങ്ങൾ AI റേസിൽ തോറ്റു, അതുകൊണ്ട് നമുക്ക് പാർട്ട്ണർ ആയാലോ. അങ്ങനെ ആപ്പിളും ഗൂഗിളും കൂടി പാർട്ട്ണർ ആവുകയാണ്. $1 ബില്യൺ ഏകദേശം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നൊക്കെ ചില ന്യൂസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ജെമിനി സിറിയുടെ രൂപത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കും എന്നുള്ള വാർത്ത അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ ജെമിനിയായി ഗൂഗിൾ മാപ്സിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതും വളരെ നല്ല ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സ്മാർട്ട് ഫോണിൽ റിലേറ്റ് ചെയ്തുള്ള വേറെ ന്യൂസ് വരുന്നിട്ടുണ്ടെങ്കിൽ, സാംസങ്ങിന്റെ S26 ചില ഫോട്ടോസുകൾ ലീക്ക് ആയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ എഡ്ജ് ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ തിക്നെസ് കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു വാർത്തയാണ്. ജിയോ, എയർടെൽ, VI അവരൊക്കെ പൈസ കൂട്ടാൻ പോവാണ്. ഏകദേശം 10-12% പ്രൈസ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. ഡിസംബർ 1-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ആണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ മിക്കവാറും നമുക്കൊരു 1.5 വർഷത്തിനുള്ളിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന റീചാർജ് തന്നെ 1000 രൂപയ്ക്ക് റീചാർജ് ചെയ്യാനുള്ള അവസരം ഇവർ ഒരുക്കി തരുമെന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ ഫാൻ ബോയ്സിൻ്റെ ഒരു സന്തോഷ വാർത്തയാണ്. ഇനി വരാൻ പോകുന്ന ഐഫോണിൽ ഇൻ ഡിസ്പ്ലേ ക്യാമറ വരുമെന്നാണ് പറയുന്നത്. ഇത് തന്നെ ഓൾറെഡി ഫോൾഡിലൊക്കെ സാംസങ്ങിൻ്റെ വന്നായിരുന്നു, പക്ഷെ അത്ര വലിയൊരു ക്വാളിറ്റി ഒന്നല്ല വന്നത്. അതുകൊണ്ട് തന്നെ ഇത് സത്യാവസ്ഥയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ഇത്രയും വലിയൊരു റിസ്ക് ഒക്കെ ആപ്പിൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇപ്പോഴത്തെ ക്യാമറ സെറ്റപ്പ് തന്നെ ഇത് വിളിച്ചു കൊണ്ടുപോകാനാണ് ഇത് സാധ്യത കാണുന്നത്. കാരണം അവരൊരു സംഭവം മാറ്റണമെങ്കിൽ വർഷങ്ങൾ എടുക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഇങ്ങനെ ഒരു റൂമർ കയറി വരുന്നുണ്ട്. ആപ്പിൾ ഫാൻ ബോയ്സിന് ഒരു സങ്കട വാർത്ത കൂടി പറഞ്ഞുതരാം. ഈ ആന്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഒക്കെ ഇപ്പൊ തന്നെ പറഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസമായില്ല അപ്പോഴത്തേക്ക് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ എന്താണെന്ന് അറിയില്ല, ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ഒന്നും വലിയൊരു ക്വാളിറ്റി ഇല്ലെന്ന് തോന്നുന്നത്. കാരണം അതിന്റെ പെയിന്റ് പൊളിഞ്ഞു തുടങ്ങി, കളർ മാറി തുടങ്ങി, ഇപ്പോൾ അതിന്റെ റിഫ്ലക്റ്റിംഗ് കോട്ടിങ്ങും പൊളിഞ്ഞു തുടങ്ങി. എന്താണ് ആപ്പിൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതേപോലെ തന്നെ ഐഫോൺ Air 2-ൽ 2 ക്യാമറ ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. 48-48 അതിൻ്റെ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഒന്ന് മെയിൻ ക്യാമറയും അടുത്തത് അൾട്രാ വൈഡ് ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ നല്ല മാറ്റം ഉണ്ടാവും, അതോ ഇതും വെറും റൂമർ ആവുമോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാം ആപ്പിൾ ആണല്ലോ, അതുകൊണ്ട് അങ്ങനെയാണല്ലോ. അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു ചലാൻ്റെ ഒരു ഫേക്ക് മെസ്സേജ് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ കിട്ടും. അതേപോലെ തന്നെ നിങ്ങളെ കോൺടാക്ട്സ് ഉള്ളവർക്ക് ഈ മെസ്സേജ് സെൻഡ് ചെയ്യും. അങ്ങനെ ഇത് സ്പ്രെഡായി പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പം കറക്റ്റായിട്ടൊന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫോണ് പോയിട്ട് അവസാനം മൂഞ്ചിയിരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എന്ന് പറഞ്ഞത്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.